സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതം മടുത്തതുപോലെ പലരും ജന്മത്തെ പഴിചാരി സ്വന്തം ജീവനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാനറിയുന്ന അവളോ, കുന്നോളം സങ്കടങ്ങൾ കൂടെ ഉണ്ടായിട്ടും അതെല്ലാം അവളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വളമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നു. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ അവൾ പറയും, എന്നും സങ്കടങ്ങളുള്ള ജീവിതത്തിൽ ഇടയ്ക്ക് അതിഥിയെപ്പോലെ എത്തുന്ന സന്തോഷങ്ങൾ ഏത് സങ്കടത്തിനിടയിലും അണയാത്ത വിളക്ക് പോലെ തെളിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. മണ്ണരിച്ചരിച്ച് അതിൽ നിന്ന് സ്വർണ്ണത്തരികൾ ശേഖരിക്കുന്ന സ്വർണ്ണ പണിക്കാരനെ പോലെ ഞാനും എൻ്റെ സങ്കടക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ചെറിയ ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്തുന്നു. ആ സന്തോഷങ്ങൾ തന്നെയാണ് ജീവിതത്തെ ഇന്നും ഇത്രയേറെ എന്നെ മുറുകെ പിടിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും അവൾ പറയുന്നു. നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മളിലേക്ക് ആരോപിക്കുമ്പോൾ തർക്കിക്കാതെ ഇന്ന് ഏറ്റെടുക്കുന്നു ഞാൻ. കാരണം ചെയ്യാത്ത കുറ്റങ്ങൾ കൊണ്ട് നമ്മളെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ അവരുടെ മുഖത്ത് നിറയുന്ന സന്തോഷം തല്ലിക്കെടുത്താതിരിക്കാൻ ഞാൻ ഏറ്റെടുക്കുമ്പോഴും സങ്കടം ഇല്ലെനിക്ക്. പകരം മറ്റുള്ളവനെ ചവിട്ടിത്താഴ്ത്തി ആത്മസംതൃപ്തി അടഞ്ഞിരിക്കുന്നവരുടെ ചുണ്ടിലെ പുഞ്ചിരി മായ്ക്കാതിരിക്കാനായല്ലോ എന്ന സങ്കടം നിറഞ്ഞ ഒരു സംതൃപ്തി മാത്രം. ഇത്രയേറെ സങ്കടം നിറഞ്ഞിട്ടും ഞാൻ ജീവിക്കാൻ കൊതിക്കുന്നു. കാരണം ഞാൻ കരുത്തോടെ വളരുവാൻ വിഷമയമില്ലാത്ത വളം ഒന്നുപോലെ എനിക്ക് ചുറ്റും കൂടിയിട്ടും ആ വളം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ എനിക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കുന്നോളം സങ്കടമുണ്ടെങ്കിലും എൻ്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ആ സങ്കടങ്ങൾ കുന്നിക്കുരുവോളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ലെങ്കിൽ വേണം ഇനിയും എനിക്കൊരു ജന്മം. അങ്ങനെ ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ജനിക്കണം. ഒന്നു മാത്രം, ഈ ജന്മത്തിൽ വൈകി വന്ന തിരിച്ചറിവുകൾ കുറച്ചുകൂടി നേരത്തെ ഉണ്ടാവണം, അത്രമാത്രം. കറയില്ലാതെ സ്നേഹിച്ചു പോയതിൻ്റെ വിഷമങ്ങളും ആരും വിട്ടുകൊടുക്കാൻ മടിക്കുന്നതൊക്കെയും പൂർണ്ണമായി വിട്ടുകൊടുത്ത് ചുറ്റുമുള്ളവരുടെ സന്തോഷം ആഗ്രഹിച്ചപ്പോൾ താങ്ങാവുന്നതിലേറെ ഭാരം പ്രതിഫലമായി തിരികെ എത്തിയ വേദനയ്ക്കിടയിൽ ഒന്നു തീർന്നെങ്കിലെന്ന് അറിയാതെ പറഞ്ഞു പോകുമെങ്കിലും എനിക്കിന്നും ജീവിക്കുവാൻ തന്നെയാണിഷ്ടം. അവൾ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റേതായി ഒന്നുകൂടി ഞാൻ പറയട്ടെ. അവൾ ഇന്ന് എനിക്കും ഒരു വഴികാട്ടിയായി മാറിയിരിക്കുന്നു.